നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 8-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുക: മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കും. ഇത് സ്നാപയോഹന്നാൻ്റെ പ്രവചനമാണ്. ജനക്കൂട്ടത്തോട് വലിയ ശബ്ദത്തോടുകൂടെ പ്രഘോഷിക്കുന്ന ഒരു വചനമാണ്. ഈ നോമ്പുകാലം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്: മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുക. അതിന് നമ്മൾ ഒരു ആത്മീയ സമരത്തിൽ ഏർപ്പെടണം. ഈ ആത്മീയ സമരം എന്ന് പറയുന്നത് പിശാചിനോടുള്ള സമരമാണ്. അത് നോമ്പിൻ്റെ ചൈതന്യം കൊണ്ട് ചങ്ങല തീർത്ത് ആ ചങ്ങലകളിൽ പിശാചിനെ കെട്ടിയിടുക എന്നുള്ളതാണ്. ഈ ചങ്ങല പിശാച് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ നോമ്പിൻ്റെ ചൈതന്യത്തിൽ എവിടെയോ കുറവ് സംഭവിക്കുന്നുണ്ടെന്നാണ്. വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും അതോടൊപ്പം തന്നെ മോഹമുക്തിയുടെയും ആസക്തികളിൽ നിന്നുള്ള വിടുതലിൻ്റെയും ചങ്ങല കൊണ്ട് വേണം നമ്മൾ പിശാചിനെ കെട്ടാനായിട്ട്. അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ അതിന് പൊട്ടിച്ചെറിയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതാണ് ആത്മീയ സമരം എന്ന് പറയുന്നത്. ആ ഒരു ആത്മീയ സമരത്തിൽ നമ്മളായിരിക്കുന്നു. അതിൻ്റെ ഈ നോമ്പിൻ്റെ ചൈതന്യത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തുകയാണ്. ഉത്ഥാനത്തിൻ്റെ വലിയ ഒരു സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിച്ചിട്ടുണ്ടോ, പുറപ്പെടുവിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു ദിവസങ്ങൾ കൂടിയാണ് ഈ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചിന്തിക്കേണ്ടത്. അപ്രകാരം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പിശാചിനെ കെട്ടിയിടാൻ തക്ക വിധത്തിലുള്ള ആത്മീയമായ കരുത്ത്, അകബലം, മനസ്സിൻ്റെ ബലം നമ്മൾ നേടിയിട്ടുണ്ടോ എന്നുള്ളത് ഈ നോമ്പുകാലത്തിൽ നമ്മൾ ചിന്തിക്കുക. ഈ നോമ്പുകാലം അതിനുള്ളതാണ്. അകബലം ഉണ്ടാക്കുക, ഇച്ഛാശക്തി ഉണ്ടാക്കുക, പ്രലോഭനങ്ങളെ അതിജീവിക്കുക. അപ്രകാരം വിശുദ്ധിയിൽ ജീവിക്കുവാനും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ക്രിസ്തുവിനെ സ്വന്തമാക്കാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആമേൻ.